എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളി പെൺകുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബംഗാളികളെയാണ്. കാരണം അവർ ദിവസം പണിക്ക് പോകും, ദിവസം കാശുണ്ട് എല്ലാം. ഇന്നത്തെ ഇര ഇവരാണ്. ഏ മേരാ ബായ്, ഹലോ ടു ബായ്. നിങ്ങൾക്ക് ഇതേപോലൊരു നീളം കൂടിയ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ? അതായത് നിങ്ങൾ ഇത് നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്, കണ്ടെയ്നർ വണ്ടിയാട്ടോ. അപ്പോൾ നിങ്ങൾ ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ വാഹനത്തിലുള്ള ഡ്രൈവറെ നിങ്ങൾ അറിയിക്കണം. ഹോൺ അടിച്ചിട്ടോ ഹെഡ്ലൈറ്റ് മുഴക്കിയിട്ടോ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടോ ഹോൺ മുഴക്കിയിട്ടോ നിങ്ങൾ ആ ഡ്രൈവറെ അറിയിക്കുക. അതിനുശേഷം നിങ്ങൾ വാഹനങ്ങൾ എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം. ഇവരെ കണ്ടിട്ട് 2-3 ദിവസമായി. അടുത്തൊരു ഫൈൻ. ഇന്നത്തെ ഇര ഇവരാണ്. ഏ മേരാ ബായ്, ഹലോ ടു ബായ്. ഈ ബൈക്കുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? വലിയ വണ്ടി ഏതാണ് ചെറിയ വണ്ടി ഏതാണെന്നൊന്നും അവർക്കറിയില്ല. അവരങ്ങോട്ട് പോവും. അങ്ങനെ പോയിട്ടൊന്നൊരു കാര്യമില്ല. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകണം. അപ്പം അതിന് എന്ത് കാര്യമാണ് പ്ലാൻ ചെയ്യണേ? എന്തോ ഒക്കെ ഓരോ സമയം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാവുമ്പോൾ സമയം വരുമ്പോൾ അവിടുന്ന് മൂപ്പര് ആളയക്കും. അപ്പോൾ ആ രഥത്തിൽ കയറിയിട്ട് നിങ്ങൾ പോകണം. അപ്പോൾ നിങ്ങളിവിടെ പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടെ, ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശസ്തികളോ അധികാര പദവികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ച് പോകണ്ടേ. അല്ലാതെ ഇതെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇന്നേ വരെ ലോകത്തിൽ? അതാണ് പിന്നെ നമ്മുടെ മൂപ്പരെ എന്താ പറയുക, നമ്മൾ ദൈവമേ എന്ന് വിളിക്കണതിൻ്റെ ഒരു പൊരുള് അതാണ്. എത്ര സ്വത്തും മുതലും എന്തെന്നെ ഉണ്ടായിട്ടും നമ്മൾ ശരീരം മാത്രം ഇവിടെ ഇട്ടിട്ട് നമ്മൾ വേറൊരു സാധനം കൊണ്ട് പോവുകയാണ്, അത് വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അല്ല, ഇതിനപ്പുറം ഒന്നുമല്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയണതും ഒന്നുമല്ല. അതിലേക്ക് മേലെ വേറെ എന്തോ ഒന്നുണ്ട്. ചില ഡ്രൈവർമാർക്ക് കേട്ടോ, ചില ഡ്രൈവർമാർ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, അവർക്ക് ഈ ബസ്സുകാരെ കാണുമ്പോൾ ഭയങ്കര പുച്ഛാവും. പിന്നെ വേറൊന്നും കൂടി പറയാം. അപ്പോൾ അവിടുന്ന് ദൂരം നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ചിലവർക്ക് ഭയങ്കര ധൃതി ആയതുകൊണ്ട് പെട്ടെന്ന് കയറി പോകാൻ ശ്രമിക്കും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. ആ വണ്ടി പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് പോകാനുള്ള അധികാരമുള്ളൂ. അത് എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിലെ ഡ്രൈവർമാർക്ക് ഭയങ്കര പുച്ഛത്തോടു കൂടി നോക്കുന്നുണ്ട്. ഈ ലോറി ഡ്രൈവർമാർക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ അവരൊക്കെ നമ്മുടെ ജീവന്, ഇപ്പം ഞാൻ ബസ് കയറി അല്ലെങ്കിൽ നിങ്ങൾ ബസ് കയറിയിട്ട് അവരെ അല്ലെങ്കിൽ അവർ എത്ര സുരക്ഷിതമായിട്ടാണ് ഓരോ സ്റ്റോപ്പിലും കൊണ്ടുപോയി ഇറക്കുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇറങ്ങണ നേരത്ത് ഒരു നന്ദിയെങ്കിലും പറയാം. ആശാനേ, ഒരു നന്ദിയെങ്കിലും പറയാം. മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ അവരെന്ത് പറയണമെന്നില്ല. എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്തൊന്നും അത് അങ്ങനെ അപൂർവമായിട്ടാണ് ഉണ്ടാവും. ജനങ്ങളുണ്ടാവും ബസ് ഡ്രൈവറോട് നല്ല രീതിയിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പിന്നെ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ബസ് ഡ്രൈവർമാരെ കാണുമ്പോൾ നിങ്ങൾ പിന്നെ പുച്ഛത്തോട് കൂടിയിട്ടുള്ള നോട്ടം ഒഴിവാക്കുക. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ്, അവർ കഴിക്കുന്ന ഭക്ഷണമാണ്.
നിങ്ങളും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ അലയണത്, അവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അലയണത്. അപ്പോൾ നിങ്ങളും അവരും ഒന്നാണ് എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ നിങ്ങൾ അവരെ കാണുമ്പോൾ, ഞാൻ പറയുമ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതലൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനാവും. അവർക്ക് ആ പദവിയിൽ ഇരിക്കാൻ ഏറ്റവും നല്ലൊരു പിന്നെ മോട്ടിവേഷനും കൂടി ആവുമെന്നാണ് ഞാൻ പറയണത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞു അല്ലേ.